വിരമിച്ച അംഗൻവാടി ജീവനക്കാരുടെ പെൻഷൻ 10,000 രൂപയാക്കി ഉയർത്തണമെന്ന് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ഗ്രൂപ്പ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അവധിയെടുത്തതിന്റെ പേരിൽ പെൻഷൻ തടഞ്ഞ നടപടി റദ്ദാക്കണമെന്നും അംഗങ്ങൾ മലപ്പുറത്ത് പറഞ്ഞു. വിരമിച്ച വർക്കർമാർക്ക് ക്ഷേമനിധിയിൽ നിന്നും കിട്ടുന്ന 2,500 രൂപയും ഹെൽപ്പർമാർക്കുള്ള 1,500 രൂപയുമാണ് ഏക വരുമാനം. വാർദ്ധക്യത്തിലെത്തിയ ഇവർക്ക് മരുന്നിന് പോലും ഈ തുക തികയില്ല. 6 മാസം അവധിയെടുത്തവരുടെ പെൻഷൻ സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് തങ്ങളെ പരിഗണിക്കുമെന്ന് കരുതിയെങ്കിലും അർഹതപ്പെട്ടതൊന്നും അനുവദിച്ചില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വളരെ തുച്ഛമായ പെൻഷൻ കിട്ടുന്നത്. ഞങ്ങൾ 40ഉം അതിലധികം കാലം ജോലി ചെയ്തവരാണ്. 40 കൂടുതൽ വർഷം. ഒരു ചെറുപ്രായത്തില് 10-20 വയസ്സിലൊക്കെ ജോലി കയറി ഒരുപാട് കാലം ഞങ്ങള് ചെറിയ കുട്ടികളെ നോക്കി സർക്കാർ പറയുന്ന എല്ലാ ജോലികളും ചെയ്ത് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ 62 വയസ്സായി. ഞങ്ങൾ റിട്ടയർഡ് ആയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ തുച്ഛമായ പെൻഷനാണ് കിട്ടുന്നത്. 2,500 രൂപ ഒരു വർക്കർക്ക്, ഹെൽപ്പർക്ക് 1,500 രൂപയാണ് കിട്ടുന്നത്. അത് സമയത്തൊന്നും കിട്ടൂല. അത് ക്ഷേമനിധി ബോർഡാണ് ഞങ്ങൾക്ക് പൈസ തരുന്നത്. 93 മുതൽ ഞങ്ങൾ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളാണ്. അപ്പൊ ഈ ക്ഷേമനിധി ബോർഡിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. വളരെ തുച്ഛമായ പെൻഷൻ. അത് ഈ മാസം ഒന്നും തരില്ല. കുറെ പൈസ കിട്ടാതെ ആകുമ്പോൾ ഞങ്ങൾ കുറെ കുറവിളി കൂട്ടും. അപ്പൊ സർക്കാർ എന്തെങ്കിലും ഒരു വിഹിതം കൊടുക്കും. ക്ഷേമനിധി ബോർഡിലേക്ക് കുറെ ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോ ഫോൺ എടുക്കും, ചിലപ്പോ ഫോൺ എടുക്കില്ല. ഫോൺ എടുത്താൽ പൈസ ഇല്ല എന്ന് പറയും. നിങ്ങളെ കയ്യിൽ നിന്ന് ആകെ ഞങ്ങൾ പിടിക്കുന്നത്, ഇപ്പൊ നിലവിൽ പിടിക്കുന്നത്, ഒരു വർക്കറേറ്റിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കറേറ്റിൽ നിന്ന് പിടിക്കുന്നത് 500 രൂപയും ഹെൽപ്പറേറ്റിൽ നിന്ന് പിടിക്കുന്നത് 250 രൂപയാണ് പിടിക്കുന്നത്. ആ പൈസ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് പെൻഷൻ തരുന്നത്. അപ്പൊ ക്ഷേമനിധി ബോർഡിലേക്ക് ഞങ്ങൾ വിളിക്കുകയാണെങ്കിൽ എപ്പോ വിളിച്ചാലും പറയും പൈസ ഇല്ല. അപ്പൊ ഒരു ദിവസം ഞാൻ ഇത് ലെറ്റർ അയച്ചു ക്ഷേമനിധി ബോർഡിലേക്ക്. അപ്പൊ അവര് രേഖാമൂലം മറുപടി തന്നു. നിങ്ങളിൽ നിന്ന് പിടിക്കുന്ന പൈസ 2 കോടിയോളം ഒരു മാസം വരുന്നത്. ഞങ്ങൾക്ക് പെൻഷൻ തരണമെങ്കിൽ 4 കോടിയോളം രൂപയാണ്. അപ്പൊ സർക്കാർ ഒരു വിഹിതത്തിൽ അടയ്ക്കണം. ആ വിഹിതം യഥാസമയം സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ പെൻഷൻ ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ പെൻഷൻ തരണം. ഞങ്ങൾ ഇത്രയും കാലം ഈ നാട്ടിലെ കുട്ടികളെ നോക്കി ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇനി എന്ത് പണിക്കാ പോവുക, എന്ത് ജോലിയാണ് ഞങ്ങൾ ചെയ്യുക? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഞങ്ങളൊരു സർക്കാരിനെതിരല്ല, പക്ഷെ ഞങ്ങൾക്ക് ജീവിക്കണം. ഇത്രയും കാലം ഇനി ഞങ്ങൾക്ക് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ ഇവിടെ കഴിയില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാനായ പെൻഷൻ തരണം. ഒരു 10,000 രൂപയെങ്കിലും ഞങ്ങൾക്ക് മാസം തരണം. ജില്ലാ ഭാരവാഹികളായ എ സരോജിനി, EP വസന്ത, സുമതി കാളിക്കാവ്, N ജയകുമാരി, K പ്രഭാവതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടെ അല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക.
സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. Safa Gold and Diamonds, different by design.